ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് ക്രിയേഷൻസ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇപ്പോൾ ഈ കാലാവസ്ഥയൊക്കെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പനി, ജലദോഷം, തലവേദനയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് തേക്കാൻ പറ്റുന്ന ഒരു വിക്സാണ് കേട്ടോ. ഹോം മെയ്ഡ് വിക്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള 1-2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് വിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് തുളസി ഇലയും അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയാണ്. ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പനി, ജലദോഷം, ചുമ, അതുപോലെ ഡെങ്കിപ്പനിയൊക്കെ ഒത്തിരി പനിയുടെയൊക്കെ ഒരു സീസൺ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഈ ഒരു ബാം തേക്കുകയാണെങ്കിൽ നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തലവേദന, ജലദോഷമൊക്കെ മാറാൻ നല്ലതാണ്. അത് വീട്ടിൽ തന്നെ നമുക്ക് ഒട്ടും കെമിക്കലില്ലാതെ ഉണ്ടാക്കുമ്പോൾ അത്രയേറെ ഗുണങ്ങളുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പനിക്കൂർക്കയിലയും അതുപോലെ തുളസിയിലയാണ്. തുളസിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റുകളും ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി ഇരട്ടിയാക്കാനൊക്കെ സഹായിക്കും. അതുപോലെ പനി, ജലദോഷം, ചുമ എന്നിവയിൽ നിന്നൊക്കെ പെട്ടെന്ന് ആശ്വാസം നൽകാനായിട്ട് തുളസിയൊക്കെ നല്ലതാണ്. തുളസി നീരൊക്കെ അത്രയേറെ ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇല ചുമയ്ക്കും ജലദോഷത്തിനും പെട്ടെന്ന് ആശ്വാസം നൽകാനും, അതുപോലെ പനിയൊക്കെ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട് എന്നൊക്കെ മാറാനൊക്കെ പനിക്കൂർക്കയില ഒരു മികച്ച ഔഷധമാണ്. ഇതിൻ്റെ നീര് കഴിക്കുന്നതും ശ്വാസനാളത്തിലെ തടസ്സങ്ങളൊക്കെ നീക്കാനായിട്ട് സഹായിക്കും. പിന്നെ പനി കുറയ്ക്കാനും സഹായിക്കുന്നു. ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനും പനി മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാനും നമ്മുടെ പനിക്കൂർക്ക ഹെൽപ്പ് ചെയ്യും. ഇതിന് പ്രത്യേക കഴിവുണ്ട് പനിക്കൂർക്കയ്ക്ക്. പനിക്കൂർക്ക എന്ന പേര് തന്നെ ഇതിൽ നിന്നാണ് വന്നത്. പ്രതിരോധശേഷി കൂട്ടാനും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ പനിക്കൂർക്ക ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി നൽകുകയും വിരശല്യം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു നല്ലൊരു ഔഷധമാണ് ഈ പനിക്കൂർക്കയുടെ ഇല. അത് വാട്ടി അതിൻ്റെ നീരൊക്കെ നമുക്ക് കുട്ടികളുടെ നെറുകയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് കഫക്കെട്ടും ഇതൊക്കെ മാറും. അപ്പോൾ അത്രയേറെ ഗുണമുള്ളതാണ് പനിക്കൂർക്കയും തുളസി. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു പാനോ ഒന്ന് വെക്കാം കേട്ടോ. ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു പാൻ വെക്കുക. പിന്നെ നമ്മളിപ്പോൾ കുറച്ചായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു 30 ml വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ബാം ഉണ്ടാക്കിയെടുക്കണേ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ ചതച്ച് വെച്ച പനിക്കൂർക്കയും തുളസി ഇലയും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് മിക്സിയിൽ വെച്ചൊന്ന് ചതച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിച്ചേക്കരുത്. എന്നിട്ട് നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് ചൂടായി ചെറിയ തീയിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ആ സത്ത് കംപ്ലീറ്റ് ആയിട്ട് എണ്ണ തെളിഞ്ഞ് വരും. കരിച്ചെടുക്കരുത് ഒരിക്കലും. ഫ്ലെയിം കൂട്ടി കൊടുത്താൽ ആ ഒരു ബാമിൻ്റെ ആ സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. ആ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ തീയിട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ എണ്ണ കാച്ചി എടുക്കുന്ന പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ നമ്മൾ ഇത് എടുക്കുന്നത് അതിനനുസരിച്ചുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ കറക്റ്റായിട്ട് 30 ml വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കൈപ്പിടിയാണ് കേട്ടോ തുളസി ഇലയും പിന്നെ ഒരു 8-10 പനിക്കൂർക്കയുടെ ഇലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ എണ്ണയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഈ ഒരു കളറിൽ നമുക്ക് കിട്ടണം കേട്ടോ. കരിഞ്ഞൊന്നും പോകരുത്. കറക്റ്റ് നല്ല ഗ്രീൻ കളറിൽ നല്ല സ്മെല്ല് തന്നെ നമ്മുടെ എണ്ണയ്ക്ക് വേണം. ആ പനിക്കൂർക്കയുടെയും തുളസിയുടെയൊക്കെ മണം മുന്നോട്ട് നിൽക്കണം. എന്നാലാണ് നമ്മൾ ബാം ഉണ്ടാക്കുമ്പോൾ ആ കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടുള്ളൂ. ഇപ്പോൾ ഇനി നമുക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ചൊന്ന് അരിച്ചെടുക്കേണ്ടി വരും കേട്ടോ ഇത്. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർക്കേണ്ടത് കുറച്ച് പച്ചക്കർപ്പൂരമാണ് കേട്ടോ. ഇത് നമുക്ക് ആയുർവേദ കടയിലൊക്കെ നമുക്ക് പച്ചമരുന്നൊക്കെ കിട്ടുന്ന കടയുണ്ടല്ലോ, അവിടെ നമുക്ക് കിട്ടും. ഇത് പച്ചക്കർപ്പൂരം തന്നെ നോക്കി പഠിക്കണം. സാധാ കർപ്പൂരമല്ല, പച്ചക്കർപ്പൂരം. ഇതിൽ നിന്ന് ഒരു പിഞ്ച് എടുത്തിട്ട് നമുക്ക് പൊടിച്ച് നമ്മുടെ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ബാമിൻ്റെ കറക്റ്റ് ആ സ്മെല്ലും ഗുണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ എണ്ണ അരിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇത് പൊടിയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഈ ബാമിൻ്റെ ആ ഒരു കറക്റ്റായിട്ടൊരു ഫോം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ബീ വാക്സ് ആണ് കേട്ടോ, തേനീച്ച മെഴുകാണ് എടുക്കുന്നത്. ഇതാണ് നമ്മൾ ശരിക്കും ഒരു വിക്സിൻ്റെ ആ ഒരു പരുവത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ബീ വാക്സ് നമുക്ക് കെമിക്കൽ ഷോപ്പുകളിൽ പിന്നെ ചില കടകൾ ആയുർവേദ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കെമിക്കൽ ഷോപ്പിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. തേനീച്ച മെഴുകെന്ന് പറയും, അല്ലെങ്കിൽ ബീ വാക്സ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ലിപ് ബാമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നത് ഈ ഒരു വാക്സാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. ഒരു കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ മീതേക്ക് ഒരു ഗ്ലാസ് ജാറിൻ്റെ മീതെ ഈ ഒരു നമ്മൾ ആദ്യം മിക്സ് ചെയ്ത എണ്ണ ഉണ്ടല്ലോ, പനിക്കൂർക്കയും അതുപോലെ തുളസിയുടെയൊക്കെ എണ്ണ, അതിനകത്തോട്ട് പച്ചക്കർപ്പൂരം ഇട്ടിട്ട് ഈ വാക്സും ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ ആ ഒരു ചൂട് കൊണ്ടിട്ട് ഇത് വാക്സ് ഒന്ന് മെൽറ്റായി കിട്ടണം.
ഇത് മെൽറ്റാക്കി നല്ല കറക്റ്റ് ലൂസായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. അത് തിളച്ച ആ വെള്ളം അതിന് മീതെ കയറാതെ തീ കുറച്ചിട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചെറിയ ചൂടിൽ തന്നെ ആ മെഴുക് പോലെ അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് നല്ല ലൂസാക്കി എടുക്കുക. അപ്പോൾ ആ ഒരു മിക്സ് നല്ല ലൂസായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ തണുപ്പിച്ചെടുക്കുന്നതാണ് നമ്മുടെ ആ ഒരു ബാമായിട്ട് കിട്ടുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. പനിക്കൂർക്കയുടെ ഇല, അതുപോലെ തുളസി നീര്, തുളസിയും പനിക്കൂർക്കയുടെ നീര്, പിന്നെ അതുപോലെ അതിനകത്തേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം, ഈ ഒരു തേനീച്ച മെഴുക്, ഈ ബിവാക്സ്, ഇതും ഇത്തരം സാധനങ്ങളാണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സംഭവമാണ്. നമുക്ക് സ്കിന്നിലൊന്നും യാതൊരു റാഷസും കാര്യങ്ങളൊന്നും വരില്ല. കൊച്ചു കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. മെൽറ്റായ ചൂടനെ തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. നല്ല ഉണങ്ങിയ ഒരു ബോട്ടിലായിരിക്കണം. ഇതിപ്പോൾ നമ്മുടെ വിക്സിൻ്റെ കാലിയായിട്ടുള്ള ഒരു ബോട്ടിലാണ്. നിങ്ങൾക്ക് ഏത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലും കുഴപ്പമില്ല. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചൂടനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം പെട്ടെന്ന് ഇത് സെറ്റാവും. അതുകൊണ്ട് അധികം ടൈം കളയാതെ തന്നെ നമ്മൾ ഇത് ബോട്ടിലേക്ക് എടുത്ത് വെക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബാം സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ ആ കറക്റ്റ് വിക്സിൻ്റെ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇലയുടെ ഒരു കളറാണ്, പനിക്കൂർക്കയുടെയും തുളസിയുടെയും ആ ഒരു കളറാണ്, ആ ഗ്രീൻ കളറ്. പക്ഷേ ഏറ്റവും ഗുണമുള്ളതാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ആ വിക്സ് പോലെ തന്നെയാണ്. നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പരുവത്തിന് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട്. നമുക്ക് നല്ല ഗുണമുള്ള സംഭവമാണ്. അപ്പോൾ ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. തലവേദന, പനി, ചുമ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് ഈ ഒരു വിക്സ്. അപ്പോൾ ഈ ഹോം മെയ്ഡായിട്ടുള്ള വിക്സ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആർക്കും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ പനിക്കൂർക്കയും തുളസിയും അതുപോലെ ബിവാക്സും ഉണ്ടെങ്കിൽ ആർക്കും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.